സോറി കേട്ടോ, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിലോ? ഭയങ്കര വിഷമമായി പോയി നമുക്ക്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളെടുത്ത് ഈ ക്യാമറയിൽ കാണുന്ന ആൾക്കാർ കാണാത്തൊരു ഭാഗമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ക്യാമറ താഴ്ത്തി തരുമെന്ന് ഞാൻ നിങ്ങളോട് സോറി ചോദിച്ചു. യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്, അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായി. അന്ന് കല്യാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീവിദ്യയുടെ കല്യാണം അടുത്തിടെയാണ് നടന്നത്. സുരേഷ് ഗോപി വരെ പങ്കെടുത്തിട്ടുള്ളൊരു വിവാഹമായിരുന്നു ഇത്. താലികെട്ടിൻ്റെ സമയം ഓൺലൈൻ മീഡിയയെ കടത്തി വിടുന്നതിനെ കുറിച്ചിട്ടുള്ള വിവാദമായിരുന്നു പ്രശ്നം. അതുപോലെ ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള സെലിബ്രിറ്റി കല്യാണങ്ങളിലെല്ലാം ഓൺലൈൻ മീഡിയയുടെ സാന്നിധ്യം ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഓൺലൈൻ മീഡിയക്കാർക്ക് നല്ലൊരു കണ്ടൻ്റായി, പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കുന്നവർക്ക് അതൊരു പോപ്പുലാരിറ്റിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണ ചെറുക്കനും പെണ്ണുമൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ ധാരാളം ഓൺലൈൻ മീഡിയക്കാർ കല്യാണത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിളിക്കാനേ കേട്ടറിഞ്ഞു വരുന്ന സംഭവവുമുണ്ട്. ഈ മീഡിയാസൊക്കെ ഇങ്ങനെ വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൽ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. പിന്നെ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിലൊക്കെ ഒരു മുട്ടുസൂചി വീണാൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉടായിപ്പ് തമ്പനയിലും ഒക്കെ വെച്ചിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ ഇവർ വെച്ച് കാച്ചും. അതുപോലെ തന്നെ ഈ കല്യാണങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നവരുടെ തിക്കും തിരക്കും മൂലം താലി കെട്ടുന്ന സമയം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പോലും ഇത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫേഴ്സിനെ വെച്ചിട്ട് പോലും വല്ലാത്തൊരു പൊല്ലാപ്പ് തന്നെയാണ്. നല്ല ഫുട്ടേജ് കിട്ടിയില്ലെങ്കിൽ ഇത് ഏൽപ്പിച്ച വധൂവരന്മാരും അവരുടെ ആൾക്കാരും തന്നെ ഇവരെ കുറ്റം പറയുകയും ചെയ്യും. പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ഭാഗത്തു നിന്നും ഏൽപ്പിച്ച ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും പിന്നെ അവരെ സഹായിക്കാൻ വരുന്നവരും ഇവരൊക്കെ കൂടി ക്യാമറയും തൂക്കി മണ്ഡപത്തിന് ചുറ്റും അങ്ങും ഇങ്ങും ഒക്കെ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും നമ്മൾക്ക് ഒന്നും കാണാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അങ്ങനെ 10-20 ഓൺലൈൻ മീഡിയക്കാർ വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ നമ്മൾക്ക് കണ്ടിട്ട് വരാം. പിന്നെ അതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഞാൻ ചെന്ന് അവരോട് സോറി പറഞ്ഞു. ഈ തിരക്കിൽ എല്ലാരെയും മൈൻഡ് ചെയ്യാൻ പറ്റാത്തോണ്ടാട്ടോ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. ചേട്ടാ മീഡിയക്കാരെ ഒഴിവാക്കിയതല്ല, സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ 2പേരുടെയും ഫാമിലി ഭയങ്കര നിങ്ങൾക്ക് അറിയാം, എന്നെ ഒരുപാട് അറിയുന്നതാണ്. കംഫർട്ട് ആയിരിക്കില്ല, ഞങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ സുരേഷ് ഗോപി സാർ വരുന്നതുകൊണ്ട് സെക്യൂരിറ്റി നിങ്ങൾക്ക് മീഡിയ സ്പേസ് കിട്ടിയാലും മതിയായിരുന്നു. ആൾക്കാരെ കേട്ടുന്നുള്ള ലിസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിട്ടാണ്, അതറിഞ്ഞിട്ടാണ് ഇവിടെ ഇത്രയും പേര് വന്നത്. നിങ്ങൾ മാറണം. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഉന്തിൻ്റെയും തള്ളിൻ്റെയും ഒക്കെ ഒടുവിൽ ഒരു മീഡിയക്കാരൻ എവിടെയോ പോയി ഇടിച്ചു പരുക്കൊക്കെ പറ്റി ആകെ പ്രശ്നം വഷളാകുകയും ചെയ്തു. ഒരാളെ പരിക്കേൽപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സാധ്യതയാണ്
ഒരാളെ പിടിച്ച് തള്ളുന്നതും പരിക്കേൽപ്പിക്കുന്നതും പരിക്കേൽപ്പിക്കുന്നതുമൊക്കെ ഒരു രീതിയിലും അംഗീകരിക്കുവാനായിട്ട് പറ്റില്ല. പിടിച്ചു തള്ളിയതിനെ പറ്റി കമൻസൊക്കെ വന്നിരുന്നു, അതിവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, മീഡിയ സ്പേസ് എന്തുകൊണ്ട് തന്നില്ല? മീഡിയയ്ക്ക് ഒരു സ്പെഷ്യൽ സ്പേസ് എന്തുകൊണ്ട് വെച്ചില്ല, തന്നില്ല എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കയ്യിൽ നിന്ന് ലിസ്റ്റ് എടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു. സോ ഡെഫിനറ്റ്ലി അവിടെ ഒരു മീഡിയ കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യാതെ വന്നതല്ല എന്നുള്ള കാര്യമാണ് അതെന്ന് മനസ്സിലായത്. ഇവരെ ആരോ കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഈ മീഡിയാസിന്റെ ലിസ്റ്റ് കൂടുതൽ എടുത്തിട്ട് അവരവിടെ എത്തിച്ചു. ഞാൻ ഈ മീഡിയാസിലുള്ള എനിക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഈ മീഡിയാസിൽ. ഞാൻ അവരെ വിളിച്ച സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മണിക്കൂറുകളോളം ഇവർ കാത്തു നിന്ന് വെയിലും മഴയും കൊണ്ടിട്ടൊക്കെയാണ് അവരവിടെ നിന്നത്. അവർക്കൊരു പ്രോപ്പർ അറ്റൻഡ് ചെയ്യാൻ അവിടെ ഒരാൾ വന്നില്ല. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ കല്യാണം എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരാളോട് അങ്ങനെയല്ല ഫ്രസ്ട്രേഷനൊക്കെ തീർക്കേണ്ടത്. പോലീസുകാരുടെ ചോദ്യം ചെയ്യൽ മട്ടിലൊക്കെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവസാനം ദയനീയമായി ഇന്നും ഞങ്ങളുടെ കല്യാണമാണ് ചേട്ടാ എന്ന് ശ്രീവിദ്യ പറയുന്നുമുണ്ട്. ഇതിനെപ്പറ്റി സായി കൃഷ്ണ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ആ കല്യാണത്തിന്റെ ഇടയ്ക്ക് തിരിഞ്ഞു വരുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് ഞാൻ വന്നേ. കാരണം എന്തൊക്കെയോ സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയോ ചോദിച്ചു. ഞാൻ എന്റെ കല്യാണത്തിന് നിങ്ങൾ വന്ന് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ വിഷ് ചെയ്യുന്നു. അങ്ങനെ ഒരു സന്തോഷത്തിന്റെ ഒരു മൊമെന്റ് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ എവിടുന്നോ നമ്മളെ നിന്ന് പാളി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇന്ന് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യൂട്യൂബർ ചെയ്തൊരു വീഡിയോ ഞാൻ കാണുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് അതിനേക്കാളും വിഷമമായി. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ സംഭവിച്ചത്. നമ്മൾ ഈ ക്യാമറയുടെ പിറകിലും ഞാൻ ക്യാമറ ഒന്ന് താഴ്ത്തു, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് സംസാരിച്ച ഒരാളാണ് ഞാൻ, അല്ലേ? പിന്നെ ഈ പുറത്ത് നടന്ന വിഷയം എനിക്ക് അറിയില്ല, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ലിസ്റ്റിന്റെ കാര്യം ചോദിച്ചില്ലേ, ഇത് ഇന്നലെ കല്യാണം കഴിഞ്ഞു പോയിട്ട് ഞാൻ അന്വേഷിച്ചത് എന്താ ഈ ലിസ്റ്റ് എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹെഡ് രാജേഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ മുന്നേ എല്ലാവരുടെ അടുത്തും പേഴ്സണലായിട്ട് അറിയുന്ന എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ട്, എന്നെ കല്യാണം കവർ ചെയ്യണ്ട നിങ്ങൾ എല്ലാവരും പറഞ്ഞു, പക്ഷെ ക്യാമറ ഇല്ലാതെ വരണം, ഭക്ഷണം കഴിച്ചിട്ട് പോകണം എന്നല്ലേ. എന്റെ മൂവി പ്രൊമോഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിൽ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിച്ചാണ്. അപ്പൊ ഞാൻ ഒറ്റ കാര്യമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, മീഡിയയിൽ നിന്ന് വരുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്, ഭക്ഷണം കഴിക്കാതെ ആരും പോരുത്. അതെനിക്ക് നിർബന്ധം. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോകണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ലിസ്റ്റ് വന്നത് എന്തിനാന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലായിരുന്നു. ഒരു പാസ് അടിക്കുമായിരുന്നു ഞങ്ങൾക്ക്, കിട്ടിയോന്ന് എനിക്ക് അറിയത്തില്ല. അകത്തേക്ക് പാസ് വന്നിട്ട് ഒരു മീഡിയക്ക് ഒരു പാസ് സോ ദാറ്റ് ഒരാൾക്ക് കഴിക്കാം എന്നുള്ള രീതിയിലാണ് ആ ലിസ്റ്റ് ഞാൻ ചോദിച്ചതും അങ്ങനെ ലിസ്റ്റ് വന്നതും അതിന് വേണ്ടിയിട്ടാണ് പാസ് അടിച്ചത്. പാസ് കണ്ടായിരുന്നല്ലോ ഇല്ല, അതിന് ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പാസ്. പക്ഷേ ഈ ലിസ്റ്റിന്റെ കാര്യം എനിക്കറിയില്ല. ഞാൻ ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും രാഹുലാണ് ഹാൻഡിൽ ചെയ്ത്. പിന്നെയാണ് നിങ്ങൾ വെച്ച ലിസ്റ്റിന്റെ കാര്യം എന്താ നമുക്ക് മനസ്സിലായത്. ഭയങ്കര വിഷമമായി പോയി. എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ശ്രീവിദ്യ ആണെങ്കിൽ എല്ലാവരോടും വരാൻ, ഇവരുടെ സോഷ്യൽ മീഡിയ ഹെഡാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അയാളാണ് ഇങ്ങനെയൊരു ലിസ്റ്റ് പ്രകാരം മീഡിയക്കാരെ കൈകാര്യം ചെയ്തതും ക്ഷണിച്ചതുമൊക്കെ. കല്യാണത്തിൻ്റെ വിരുന്ന് സൽക്കാരത്തിന് മാത്രമേ ഇവർക്ക് പ്രവേശനമുള്ളൂ, താലി കെട്ടുന്ന ഇടത്ത് ഇവർക്ക് പ്രവേശനവുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവരെ തടഞ്ഞു വെച്ചതെന്ന് മനസ്സിലാക്കാം. ഇത് കല്യാണം മാനേജ് ചെയ്ത് ടീമിൽ നിന്നും മീഡിയക്കാരെ പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാതെ പറ്റിപ്പോയ ഒരു പ്രശ്നമാണ്. ശേഷം കണ്ടിട്ട് വരാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയാസിനെ വിളിച്ച് വരുത്തി കഴിഞ്ഞ് മീഡിയാസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പട്ടി വിലയാണ് അവർക്ക് ഉള്ള കാര്യം പറയുന്നത്. കുറേ പേരൊക്കെ അലമ്പ് കളിക്കുന്നവരുണ്ട്, പക്ഷെ ഒരു വലിയ മെജോറിറ്റി ആളുകളും വളരെ മാന്യമായിട്ട് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് പോകും. പിന്നെ തമ്മിലും പലപ്പോഴും പിന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാവരും ഈ മീഡിയക്കാരെ കുറ്റം പറയുമ്പോഴും ഞാൻ ഇവരെ എഫേർട്ട് കാണുന്ന ഒരാളാണ്. ഇവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ പോലെയാണ് പല സെലിബ്രിറ്റീസും യൂസ് ചെയ്യുന്നത്. ഉള്ള കാര്യം തുറന്നു പറയാലോ. ഒരു സ്ഥലത്തേക്ക് ഒരു ഇവന്റിന് ഒരു ഫംഗ്ഷനോ ഇവരെ വിളിക്കും. ഇവരെ വിളിച്ചിട്ട് ഒരു നേരം ഒരു ഫുഡ് കഴിച്ചോ, ഇവരെങ്ങനെയാ നിൽക്കുന്നത്, എത്ര മണിക്കൂറൊന്നും വന്നു, ഇതൊന്നും നോക്കില്ല. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ഇവരൊരു വീഡിയോ ഇടുമ്പോൾ കുറ്റം മൊത്തം ഇവരെ തലയിലും. ഇത് ഇൻവൈറ്റഡ് ആയിട്ട് വിളിച്ചിട്ടാണ് ഈ പരിപാടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു സ്കീം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ ഇത് കാണുന്ന വഴിക്ക് എല്ലാ പേജിനും കയറിയിട്ട് ഈ തെണ്ടിയാൾ എന്തിനാ പോണേ, നാണമില്ലേ നിങ്ങൾക്ക് അവിടെ പോവാൻ, നിങ്ങൾ എന്തിനു പോകുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ കമന്റിൽ വരിക. പക്ഷെ ഇവർ പലരും ഇൻവൈറ്റഡ് ആയിട്ടാണ് പല സ്ഥലത്തും പോകുന്നത്. ഇൻവിറ്റേഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ടുള്ള കച്ചറകൾ വേറെ ഉണ്ട്. ഓക്കെ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു കല്യാണം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു തെറ്റുകുറ്റമൊന്നും ഇല്ലാതെയൊക്കെ അത് നടത്തുന്നത് പിന്നെ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് കഴിയുന്നത് കുറച്ച് പ്രശ്നങ്ങളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ വെച്ച് അതെങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ആളുകളെ തൃപ്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ഇപ്പോൾ എന്തായാലും ശ്രീവിദ്യ വന്നിട്ട് റിസപ്ഷന് എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി. ഈ കല്യാണത്തിന്
വന്ന പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതുപോലെ സെലിബ്രിറ്റീസിൻ്റെ അല്ല, സാധാരണക്കാരുടെ കല്യാണത്തിന് ധാരാളം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നടന്ന് കണ്ടുവരാറുണ്ട്. അപ്പോൾ വിവാഹ ദിവസം തന്നെ എല്ലാ രീതിയിലും എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്താലും എന്തൊക്കെ ശ്രദ്ധിച്ചാലും എത്ര പേര് ഇതൊക്കെ നോക്കി നടത്തി ഈവൻറ്റ് മാനേജ്മെൻറ്റും ഒക്കെ ഏർപ്പാട് ചെയ്ത് ഇരുന്നാലും അവസാനം എവിടെന്നെങ്കിലും അങ്ങും ഇങ്ങും കുറച്ച് കുറ്റങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പൊന്തി വരുന്നത് സാധാരണമാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രസക്തമായിട്ട് തോന്നിയത് കൊണ്ട് ഇതിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുപോലെ ഇനിയും പ്രധാനപ്പെട്ട വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം.